അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, വഹാബികളുടെ വിഡ്ഢിത്തങ്ങൾ, അതാണ് നമ്മളുടെ വിഷയം. റേഡിയോ സലഫി എന്ന പേരിൽ അറിയപ്പെടുന്ന റഫീഖ് സലഫി വിസ്ഡം വിഭാഗത്തിന്റെ നേതാവാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബ് എന്ന് വിളിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വെല്ലുവിളിയുമായിട്ട് വരികയും അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലോ അതല്ലെങ്കിൽ സഹാബത്തിന്റെ കാലഘട്ടത്തിലോ ഒന്നും ആരും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബ് എന്ന് വിളിച്ചിട്ടില്ല എന്നും അത് പിൽക്കാലത്ത് വന്ന സൂഫി സരണിയിലുള്ള ആളുകൾ കൊണ്ടുവന്നതാണ് എന്നും ഇനി അതല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രമാണം കൊണ്ടുവന്ന് തെളിയിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫൈസൽ ഹസനി ഉസ്താദിനെ നമ്മളുടെ റേഡിയോ സലഫി വെല്ലുവിളിക്കുന്നത്. അദ്ദേഹം വെല്ലുവിളി നടത്തുന്നതും അത് സ്വീകരിച്ചുകൊണ്ട് ബഹുവന്നരായ ഫൈസൽ ഹസനി ഉസ്താദ് മറുപടി പറയുന്നതൊക്കെ നമുക്കൊന്ന് കാണാം ഇൻഷാ അല്ലാഹ്. എന്നാൽ ഹബീബ്, ഹബീബുന എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത്, അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ്? അതല്ല, സഹാബിമാരത് പ്രയോഗിച്ചിരുന്നു, അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു, വിശേഷം ഉണ്ടായിരുന്നു എന്ന് ഈ ഫൈസൽ ഹസനിക്ക് തെളിയിക്കാൻ പറ്റുമോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹബീബ് എന്ന് സഹാബികൾ പറഞ്ഞതായി പരിചയപ്പെടുത്തിയതായി തെളിയിക്കാമോ എന്ന് മൗലവി വെല്ലുവിളിച്ചിരിക്കുന്നു. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞു കളയാം. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ദർ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു മഹ്ഖ് റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ധാരാളം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബി എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് റെഫറൻസ് പറഞ്ഞു തരാം. സ്വഹീഹ് മുസ്ലിമിന്റെ 86-ാമത്തെ ഹദീസ്, സ്വഹീഹ് ഇബ്നു ഹിബ്ബാന്റെ 6713-ാമത്തെ ഹദീസ്, സുനൻ അബീ ദാവൂദിന്റെ 4164-ാമത്തെ ഹദീസ്, അതേപോലെ നസായിയുടെ 2404-ാമത്തെ ഹദീസ്, മുസ്നദ് ബിൻ ജായിദിന്റെ 3422-ാമത്തെ ഹദീസ്, മുസനഫ് ബിൻ അബി ഷൈബയുടെ 10700-ാമത്തെ ഹദീസ്, അതേപോലെ തന്നെ മുസന്നഫ് ഇബ്നു അബി ഷൈബയുടെ തന്നെ 24834-ാമത്തെ ഹദീസ്, അതേപോലെ അഹ്മദ് റഹ്മഹുല്ലാഹിയുടെ ഫളായിൽ സഹാബ എന്ന കിതാബിന്റെ 1130-ാമത്തെ ഹദീസ്, മുസ്നദുൽ ഹാരിസിന്റെ 1112-ാമത്തെ ഹദീസ്, ഇങ്ങനെ ധാരാളം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹബീബി എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മൗലവിമാർക്ക് ഒരു കാര്യം കേൾക്കണോ, ഈ സ്വഹാബികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹബീബി എന്ന് പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിലും അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. ഞങ്ങള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹബീബി എന്ന് പറയും, മുത്തുനബി എന്ന് പറയും, ആറ്റൽ നബി എന്ന് പറയും, തിരുനബി എന്ന് പറയും. വലൗ കരിഹൽ കാഫിറൂൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. റഫീഖ് സലഫി അഥവാ റേഡിയോ സലഫി വെല്ലുവിളിക്കുന്നതും ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി ഉസ്താദ് അതിന്റെ പ്രമാണങ്ങൾ ഇടുന്നതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. കിതാബുകളും കിതാബുകളുടെ പേജുകളും ഹദീസുകളും ഹദീസിന്റെ നമ്പറും എല്ലാം ഇവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിഷയത്തിലേക്ക് നമുക്ക് വരുന്നതിന്റെ മുമ്പ് നമ്മളുടെ റേഡിയോ സലഫി പറഞ്ഞത് ഇത് സൂഫികൾ കൊണ്ടുവന്ന ഒരു ആദർശമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഈ റേഡിയോ സലഫിയുടെ വിസ്ഡം വിഭാഗം നേതാക്കന്മാരിൽപ്പെട്ട ഷാർജക്കാരനായ ഹുസൈൻ സലഫി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം ഇൻഷാ അല്ലാഹ്. ലോകത്തിന് മുഴുവനും എല്ലാവർക്കും കാരുണ്യമായിക്കൊണ്ട് കരുണയുടെ സന്ദേശവും സ്വഭാവവുമായി കൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ റേഡിയോ സലഫി നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഹുസൈൻ സലഫി ഹബീബ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് നിങ്ങളിപ്പോ കണ്ടത്. അപ്പൊ എനിക്ക് റേഡിയോ സലഫിയോട് പറയാനുള്ളത്, ഇദ്ദേഹം സൂഫി സരണിയിൽപ്പെട്ട ആളാണോ അതല്ല നിങ്ങളുടെ സെൽഫി സരണിയിൽപ്പെട്ട ആളാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി വരുമ്പോഴെങ്കിലും ഒന്ന് പറയണം.
പാവപ്പെട്ട ആളുകളെ വഞ്ചിച്ചിട്ട് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലത്തെ പടുവിഡ്ഢികൾ, ഇസ്ലാം എന്താണ് എന്ന് പോലും അറിയാതെ ഏതെങ്കിലും മൗലവിമാര് എഴുതി തരുന്ന ഷീട്ടുമായിട്ട് വന്നിട്ട് വെല്ലുവിളിക്കുമ്പോൾ മൗലവി നിങ്ങൾ ചിന്തിക്കണം, എല്ലാവരും നിങ്ങളെപ്പോലെ മന്ദബുദ്ധികളല്ല. അത്യാവശ്യം ഭക്ഷണം, അരിയാഹാരം കഴിക്കുന്നവരാണ് ലോകത്തുള്ളത് എന്നുള്ള ബുദ്ധിയെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക, വിഡ്ഢിത്തം വിളമ്പാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരിക. ഇപ്പൊ നിങ്ങളുടെ നേതാക്കന്മാരിൽ നിന്ന്, ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ തന്നെ പെട്ട താങ്കളടക്കമുള്ളവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിസ്ഡം വിഭാഗം എന്ന് പറയുന്ന വിസ്ഡം വിഭാഗത്തിന്റെ നേതാക്കന്മാരിൽപ്പെട്ട ഹുസൈൻ സലഫി എന്ത് ചെയ്യുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബ് എന്ന് വിളിക്കുന്നു. എന്നാൽ നിങ്ങൾ വിളിച്ച വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി ഉസ്താദ് അതിന്റെ മുഴുവൻ രേഖകളും നിങ്ങൾക്ക് ഹാജരാക്കി തന്നു. അപ്പൊ ഈ രേഖ ഹാജരാക്കിയതിനു ശേഷം നമ്മളുടെ റേഡിയോ സലഫിക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാനൊന്ന് കാണിച്ചു തരാം. നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാല റസൂലുള്ള, അതേപോലെ തന്നെ യാ റസൂലല്ല എന്നൊക്കെ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് വിശേഷിപ്പിച്ചത് റസൂലുള്ള, നബിയുള്ള എന്നൊക്കെയാണ്. എന്നാൽ അവരാരും ഹബീബുന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിലെ ചില സൂഫികൾക്കിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന, വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായത് എന്നാണ് ആ സലഫി പണ്ഡിതൻ പറഞ്ഞത്. ഇത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ ഫൈസൽ ഹസനിക്ക് പൊള്ളുന്നത്? സൂഫികളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും, ഞങ്ങൾക്കറിയാം. ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന ഒരു വിശേഷണം നിരുപാധികം പറ്റുമോ? അതിലാർക്കും എതിർപ്പില്ല. അതാണ് നിങ്ങൾ കൊണ്ടുവന്ന ഹദീസുകൾ. ആ ഹദീസുകളൊന്നും ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ടി വന്നാൽ, എന്തെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നാൽ, പ്രവാചകനെ വിശേഷിപ്പിക്കുമ്പോഴൊക്കെ സഹാബത്ത് എന്താ പറയാ? യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ. അത് ബഹുമതിയുടെയും ആദരവിന്റെയും പൂർണ്ണമായ പ്രയോഗങ്ങളാണ്. അതാണ് ഈ സലഫി പണ്ഡിതൻ പറഞ്ഞത്. എന്നാൽ ഹബീബ്, ഹബീബുന എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത്, അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ്? അങ്ങനെയുള്ള ഒരു മതചിഹ്നമായ നിലക്ക് ഹബീബ്, ഹബീബുന എന്ന പദപ്രയോഗം സഹാബിമാർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. നിരുപാധികം അവർക്ക് പ്രിയപ്പെട്ട റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതല്ല, സഹാബിമാരത് പ്രയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു, വിശേഷം ഉണ്ടായിരുന്നു എന്ന് ഈ ഫൈസൽ ഹസനിക്ക് തെളിയിക്കാൻ പറ്റുമോ? നിരുപാധികം അവർക്ക് പ്രിയപ്പെട്ട റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിരുപാധികം അവർക്ക് പ്രിയപ്പെട്ട റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അവരാരും ഹബീബുന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല. നിരുപാധികം അവർക്ക് പ്രിയപ്പെട്ട റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടില്ലേ, അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ പ്രമാണം കൊണ്ട് ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി ഉസ്താദ് തെളിവ് നിരത്തി കൊടുത്തപ്പോൾ വെല്ലുവിളിച്ചത് എന്താണ്? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനെ ഹബീബ് എന്ന് വിളിച്ചിട്ടുണ്ടോ? അവര് വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അത് പ്രമാണം കൊണ്ട് ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി ഉസ്താദ് അതിന് തെളിവിട്ടപ്പോ നമ്മളുടെ മൗലവി പറയാ, അതൊന്നും മതത്തിന്റെ ചിഹ്നമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. പിന്നെ അവരല്ലാന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് ഹബീബ് എന്ന് വിളിച്ചിട്ടുണ്ടാവും. ആദ്യം പറയാ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല, പ്രമാണം ഉണ്ടെങ്കിൽ ഹാജരാക്കൂ എന്ന് പറഞ്ഞ മൗലവി പ്രമാണം കൊടുത്തപ്പോ പറയാ അത് മതത്തിന്റെ ചിഹ്നമായിട്ടില്ല, പിന്നെ അവര് വിളിച്ചതാണ്. അപ്പൊ വിളിച്ചതിന് തെളിവുണ്ടോന്നല്ലേ ചോദിച്ചത്, അല്ലാതെ മതത്തിന്റെ ചിഹ്നമാക്കി മാറ്റിയിരുന്നോന്നായിരുന്നോ ഫീഖ് സലഫി ചോദിച്ചത്? പമ്പര വിഡ്ഢി, താങ്കൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? താങ്കളൊക്കെ നാട്ടിൽ വന്നിട്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെടുത്ത് പോയിട്ട് അവിടെ നിന്ന് ഇൽമു പഠിച്ചു തുടങ്ങ്. കാരണം ഇൽമ എന്താണ്, ഇസ്ലാം എന്താണ്, ദീൻ എന്താണ് എന്ന് താങ്കൾക്ക് അറിയില്ല. താങ്കൾക്ക് അതൊക്കെ നിഷേധിച്ചുകൊണ്ട് മുസ്ലിമിനെ കാഫിർ മുശ്രിക്കുമാക്കുക എന്നുള്ള വൃത്തികെട്ട പണി ചെയ്യാനേ അറിയുള്ളൂ. ഇസ്ലാം പഠിച്ചിട്ടില്ല. അപ്പൊ ഇസ്ലാം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? പണ്ഡിതന്മാരുടെ അടുത്തേക്ക് താങ്കളോട് പോകാൻ ഞാൻ പറയുന്നില്ല. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന ചെറിയ മക്കളില്ല, പിഞ്ചുമക്കൾ, അവരെടുത്ത് പോയിട്ട് ദീനിന്റെ ബാലപാഠങ്ങൾ പഠിച്ചിട്ട് വരൂ, എന്നിട്ട് വെല്ലുവിളിക്ക്. മനസ്സിലായില്ലേ? ഇതാണ് വഹാബിസം എന്ന് പറയുന്നത്. ദീൻ അറിയില്ല, ഇസ്ലാം അറിയില്ല, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചത് എന്ന് പോലും അറിയാതെ, കിതാബുകളോ കാര്യങ്ങളോ അറിയാതെ ഏതെങ്കിലും അറബി കോളേജിൽ പോയിട്ട് അഫ്ളലുൽ ഉലമക്ക് പഠിച്ചിട്ട് അതും ആയിട്ട് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്തിനെ കാഫിർ മുശ്രിക്കുമാക്കുന്നത്. വഹാബികളെ, നിങ്ങൾക്ക് ദീൻ അറിയില്ലെങ്കിൽ മിണ്ടാതെ വീട്ടിലിരിക്കുക.
അല്ലെങ്കിൽ നല്ലൊരു ചൂണ്ടലുമായിട്ട് തോട്ടുവക്കത്ത് പോയിട്ടിരുന്നോളി. അല്ലാതെ മുസ്ലിമിനെ കാഫറാക്കാൻ വരരുത് ദയവ് ചെയ്തിട്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.